الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ പൂർണ്ണമായും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആനന്ദവും നമ്മുടെ മനസ്സ് അനുഭവിക്കാറുണ്ട്. കാലങ്ങളായി നാം കൊതിച്ച ഒരു യാത്ര, ആ യാത്ര നിർവഹിച്ച് എത്തേണ്ടടുത്ത് എത്തി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കണ്ടും അനുഭവിച്ചും ആസ്വദിച്ചും പോരുമ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷം നിറയാറുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു തിരിച്ചുള്ള യാത്ര നമ്മുടെ കുറേ സഹോദരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ മക്കയിലെത്തി പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി പ്രതിസന്ധികളില്ലാതെ നിർവഹിച്ച് ഹാജിമാർ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പലരും നാട്ടിലെത്തി,
പലരും തൊട്ടടുത്ത ദിവസങ്ങളിൽ തിരിച്ചെത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ആരോഗ്യത്തോടുകൂടി നമ്മളിലേക്ക് തിരികെ എത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയ സഹോദരങ്ങൾ വിശുദ്ധമായ ആ കർമ്മം നിർവഹിച്ച് തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങി വരുന്ന ഈ ഒരു സമയത്ത് നമ്മളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട 4 ചിന്തകൾ കൈമാറാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ട കൊതിയും ആഗ്രഹവും ഹാജിമാർക്ക് ലഭിക്കുന്ന പ്രതിഫലവുമാണ്. ആ യാത്ര ചെയ്ത ആളുകൾ ഇവിടെ നിന്ന് വിമാനം കയറി അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും ജന്മനാടുകളിൽ നിന്ന് വിശുദ്ധമായ മണ്ണിലേക്ക് അവർ യാത്ര പുറപ്പെടുമ്പോൾ ഉള്ള അവസ്ഥയിലല്ല അവരാരും തിരിച്ചെത്തുന്നത്. അവർ നിഷ്കളങ്കരാണെങ്കിൽ, സത്യസന്ധമായ ഈമാനും നിഷ്കളങ്കമായ നീയത്തുമായിട്ടാണ് അവരാ കർമ്മത്തിൽ ഏർപ്പെട്ടതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ യൗമിൻ വലദതുഹു ഉമ്മുഹു. ആ ഹജ്ജിന് പോയ ആള് അയാൾ തിരിച്ചു വരികയാണ്. എങ്ങനെയാണ് തിരിച്ചു വരുന്നത്? മൻ ഹജ്ജ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഫലം യർഫുസ് വലം യഫ്സുഖ്, തോന്നിവാസങ്ങളും അധർമ്മങ്ങളും ചിന്തയിലോ പ്രവർത്തനങ്ങളിലോ ഒന്നുമില്ലാതെ വളരെ നിഷ്കളങ്കമായി നിസ്വാർത്ഥമായി ആ കർമ്മം നിർവഹിച്ചിട്ടാണ് അയാൾ മടങ്ങുന്നതെങ്കിൽ റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസത്തെ വിശുദ്ധിയുമായിട്ടാണ് അവൻ തിരിച്ചു പോരുന്നത് എന്ന്. എത്രയാണ് ആ നേട്ടം! നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ഉമ്മ പ്രസവിക്കുന്ന അന്ന് നമ്മുടെ മനസ്സകത്ത് എന്തു തിന്മയും കളങ്കവുമാണ് സഹോദരങ്ങളെ ഉള്ളത്. അന്നത്തെ പോലൊരു വിശുദ്ധി പിന്നീട് നമ്മുടെ മനസ്സിനുണ്ടായിട്ടുണ്ടോ? ആ വിശുദ്ധി നേടാൻ സാധിച്ചുകൊണ്ടാണ് നിഷ്കളങ്ക ഹജ്ജ് നിർവഹിച്ച ഓരോ ഹാജിയും മടങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ. മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമാ. ഒരു ഉംറ നിർവഹിച്ച് അടുത്തൊരു ഉംറ നിർവഹിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ളത് അവന് പുറത്തു കിട്ടാനും മായ്ക്കപ്പെടാനുമുള്ള അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാകുന്നത്. വൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ ആ ഹജ്ജിന് മറ്റൊരു കൂലി കിട്ടാനില്ല എന്നാണ്. എത്രയാണ് ആ പ്രതിഫലം സഹോദരങ്ങളെ! ആ പ്രതിഫലം വാങ്ങി നിഷ്കളങ്കമായി നമ്മുടെ പ്രിയപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുമ്പോൾ അള്ളാഹു അവർക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിലും കൊതിക്കേണ്ട നമ്മൾ അങ്ങനത്തെ ഒരു നിമിഷത്തിനു വേണ്ടി അങ്ങനെയൊന്നു മടങ്ങാൻ, ആ വിശുദ്ധമായ മണ്ണിലെത്തി ഇത്തരം നന്മകളിൽ പങ്കാളിയായി മാതാവ് പ്രസവിച്ച ദിവസത്തെ വിശുദ്ധിയുമായി സ്വർഗാവകാശിയായി മടങ്ങാൻ സാധിക്കണേ എന്ന ഒരു തേട്ടം, ആ ഒരു കൊതി, ആ ഒരു ആഗ്രഹം സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ നിറയേണ്ടതുണ്ട് അവർ തിരിച്ചു വന്ന് കാണുമ്പോൾ. രണ്ടാമത്തെ ഒന്ന്, നമ്മളുടെ അടുത്തുനിന്ന് അതിനുള്ള നിയ്യത്തും അതിനു വേണ്ട പരിശ്രമവും ഉണ്ടാവുക എന്നതാണ്. അല്ലാഹുവേ, ഇങ്ങനെ ഒരു പരിശുദ്ധമായ കർമ്മം ചെയ്യാൻ എനിക്കും അവസരവും സാഹചര്യവും ഉണ്ടാകണേ എന്ന ആത്മാർത്ഥമായ തേട്ടവും അതിനു വേണ്ടിയുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു കൊതിയുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൂലി കിട്ടുമെന്നാണ് ഏതൊരു കാര്യത്തിലും. വലിയൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 തരക്കാരെ പഠിപ്പിക്കുന്നിടത്തൊരിക്കൽ പറഞ്ഞു, വഅബ്ദിൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാല. 4 ആളെ കുറിച്ച് പറയാൻ. അതിലൊരാള്, അയാൾക്ക് അല്ലാഹു അറിവ് കൊടുത്തു, പക്ഷെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ഹജ്ജ് ചെയ്താൽ അതിന് ഈ കൂലിയുണ്ട്, ഉമ്മ പ്രസവിച്ച ദിവസത്തെ വിശുദ്ധിയുണ്ട്, സ്വർഗാവകാശിയാണ് എന്നൊക്കെയുള്ള അറിവ് അയാൾക്കുണ്ട്. പക്ഷേ അറിഞ്ഞ ആ കാര്യത്തെ പ്രാവർത്തികമാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി അയാൾക്കില്ല. പക്ഷേ അത് ഹജ്ജിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലും ഫഹുവ സ്വാദിഖുൻ നിയ്യ, പക്ഷെ അവന് നല്ല
സത്യസന്ധമായൊരു നീയത്തുണ്ട്, പടച്ചോൻ എനിക്കത് ചെയ്യണം, അങ്ങനെ ഒരു നീയത്തുണ്ടെങ്കിൽ യഖൂൽ, എന്നിട്ട് അവൻ പറയാണ് ലൗ അന്നലി മാല ലഅമിൽതു ബിഅമലി ഫുലാനിൻ, പടച്ചോനെ എനിക്കും സ്വത്തുണ്ടായിരുന്നെങ്കിൽ, സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അയാൾ ചെയ്യുന്നത് പോലെയൊക്കെ ഞാനും ചെയ്യായിരുന്നു എന്ന് സത്യസന്ധമായിട്ട് അവൻ പറയുകയാണെങ്കിൽ ഫഹുവ ബിനിയ്യതിഹി ഫഅജ്റുഹുമാ സവാഉൻ, അവൻ്റെ ആ നീയത്ത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടു പേർക്കും ഒരുപോലത്തെ പ്രതിഫലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മകളുടെ കാര്യത്തിൽ ഒരു നീയത്ത് കൊണ്ട് നമുക്ക് കൂലി വാങ്ങാൻ കഴിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ ഒന്ന് ആഗ്രഹിക്കാൻ, ഒന്ന് കൊതിക്കാൻ, പടച്ചവനോടൊന്ന് തേടാൻ, തേട്ടം മാത്രം മതിയോ സഹോദരങ്ങളെ? പരിശ്രമമുണ്ടാകണം. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ അടുത്ത ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹജ്ജ് മന്ത്രാലയം അതിൻ്റെ അറിയിപ്പുകളും കാര്യങ്ങളും നൽകി തുടങ്ങി. നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു പരിശ്രമം ഉണ്ടാകണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു വർഷം ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തിക അവസ്ഥയും സാഹചര്യം ഒക്കെ ഉണ്ടായി, പക്ഷെ അയാൾ ഹജ്ജിന് പോയില്ല. അടുത്ത വർഷമാകാമെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത വർഷമായപ്പോഴേക്കും അയാൾക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അയാൾ കുറ്റക്കാരനാണ് എന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു ആഗ്രഹവും പ്രതീക്ഷയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. മൂന്നാമത്തെ കാര്യം, എല്ലാവർക്കും ആ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയൂല. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ സമാനമായ പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബ, നിർബന്ധ നിസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് ഒരാൾ നടന്നുപോയാൽ, വഹുവ മുതതഹിറുൻ, വുളു എടുത്ത് ശുദ്ധി വരുത്തി വീട്ടിൽ നിന്ന് നടന്നൊരാൾ നിർബന്ധ നിസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പോയാൽ, കാന ലഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്ത ഒരു ഹാജിയുടെ കൂലി അവന് കിട്ടും. നിർബന്ധ നിസ്കാരം നിർവഹിക്കാനുള്ള നിയ്യത്തുമായി വുളുവെടുത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് ആ കൂലിയുണ്ട് എന്നാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ സുബഹ് ജമാഅത്തായി നിർവഹിക്കുന്നു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ അശംസ്, സൂര്യോദയം വരെ ദിക്റുകളിലും ദുആകളിലും ഖുർആൻ പാരായണത്തിലുമായി അവൻ ഇരിക്കുന്നു. സുമ്മ സ്വല്ല റകഅതൈൻ, സൂര്യോദയം കഴിഞ്ഞ് ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, അതുപോലെ തന്നെ സൂര്യൻ മധ്യത്തിലാകുമ്പോൾ അസ്തമിക്കുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളത് ഹറാമാണ്. അത് കഴിഞ്ഞ് ആ സൂര്യോദയം ഇങ്ങനെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു. കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാണ്, താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, 3 വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും. സുബഹിസ്കാരം കഴിഞ്ഞ് എല്ലായ്പ്പോഴും സാധ്യമല്ലെങ്കിലും സഹോദരങ്ങളെ, സാധിക്കുന്ന ചില ദിവസങ്ങളിലെങ്കിലൊക്കെ അത് ചെയ്യാൻ നമുക്ക് കഴിയണം. സൂര്യോദയം കഴിഞ്ഞ് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അതുവരെ ദിക്റിലും ദുആയിലുമായാൽ ഈ കൂലി കിട്ടും എന്നാണ്. നാലാമത്തൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർബന്ധ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയാ. ചില ദരിദ്രരായ സ്വഹാബിമാർ വന്ന് നബിയോട് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പത്തുള്ള ആളുകൾ, ഞങ്ങൾ നിസ്കരിക്കുന്നു, ഓലും നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നു, അവരും നോമ്പെടുക്കുന്നു, പക്ഷേ വലഹും ഫുളൂലു അംവാലിൻ യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ, റസൂലേ, അവർക്ക് സമ്പത്തുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ഹജ്ജിന് പോകണു, ഉംറക്ക് പോകുന്നു, അവരെ അള്ളാന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി കൊടുക്കുന്നു, സ്വതക്ക കൊടുക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പകരം പഠിപ്പിച്ച കുറേ കാര്യങ്ങളിൽ ഒന്ന്, എല്ലാ നിർബന്ധ നിസ്കാരവും കഴിഞ്ഞാൽ നിങ്ങൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 തവണ പറയാ, നിങ്ങൾക്കും ആ കൂലിയൊക്കെ നേടാൻ പറ്റുമെന്നാണ്. നാലാമത്തൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഗദാ ഇലാ മസ്ജിദിൻ ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമ, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെടുന്നു, അവൻ്റെ നിയ്യത്ത് എന്തു മാത്രാണ്? പള്ളി പോയി ചിലത് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ.
വിജ്ഞാന സദസ്സിലേക്ക്, പള്ളിയിലേക്ക് പോകുക. അവിടുന്ന് ഖൈർ പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ. കാനലഹു അജ്രി ഹാജിൻ താമൻ ഹജ്ജതുഹു, പൂർണ്ണ ഹജ്ജ് ചെയ്ത ഹാജിയുടെ കൂലി അവന് കിട്ടും. സഹോദരങ്ങളൊന്ന് സാന്ദർഭികമായി പറയണം, എല്ലാ ബുധനാഴ്ചയും നമ്മുടെ QHLS പള്ളിയിൽ നടക്കുന്നു. ഈ നിയ്യത്തിലൊന്ന് പോകാൻ വെള്ളിയാഴ്ച നമ്മുടെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ബുധനിലേക്ക് ക്ലാസ് മാറ്റി. പക്ഷെ നമുക്കെത്താൻ കഴിഞ്ഞോ? പള്ളിയിലേക്ക് ദീന് പഠിക്കാനോ പഠിപ്പിക്കാനോ നിയ്യത്താക്കി പോയാൽ ഈ കൂലി കിട്ടുന്നതാണ്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുക, എന്നാൽ പിന്നെ ഹജ്ജ് ചെയ്യണോന്നാണ്. വെറുതെ ഈ പൈസക്ക് മുടക്കി, ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റ് കയറി പോണോ? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ മുഷാബഹത്തു ഫിൽ ജസാഇ ലാ ഫിൽ ഇജ്സാ. ഈ കൂലി കിട്ടുമെന്ന് പറഞ്ഞത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിലാണ്, അല്ലാതെ ആ കർമ്മം കടം വീടി എന്ന കാര്യത്തിലല്ല. ഹജ്ജ് സാമ്പത്തിക സ്ഥിതിയും യാത്രാ സാഹചര്യങ്ങളും വന്ന ബാധ്യതയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. അതുകൊണ്ട് സാഹചര്യം ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തവരുണ്ടാകും, അവർക്കും ആ കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നാലാമത്തെ ഒന്ന് ഹാജിമാരോടും കുടുംബത്തോടുമാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയവർക്ക് അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങൾ, അനുഭവങ്ങൾ അതിനി അങ്ങോട്ട് ജീവിതത്തിൽ നിലനിർത്തണം. സമർപ്പണമാണ് അവിടെ കാഴ്ചവെച്ചത്, അല്ലേ? ആ സമർപ്പണം ഇനിയും ഉണ്ടാകണം, നന്മ തുടരണം. വീട്ടിലുള്ളവർ, ഇണകൾ, മാതാപിതാക്കൾ, മക്കൾ, ഉപ്പ, ഉമ്മ, ഭാര്യ നേടിയെടുത്ത ആ ദീനിന്റെ മാർഗം നിലനിർത്താൻ വീട്ടിൽ നമ്മളവർക്ക് സഹായികളാകണം. അതോടൊപ്പം ഓരോ ഹാജിയും ആ വിശുദ്ധ മണ്ണിൽ നിന്ന് പഠിച്ചനുഭവിച്ച ഒന്നാമത്തെ പാഠം തൗഹീദിന്റെ പാഠമാണ്. ഇബ്രാഹിം നബി ആയിരുന്നു മനസ്സിൽ നിറഞ്ഞത്. പക്ഷെ ഒരു നിമിഷം പോലും ഇബ്രാഹിം നബിയെ എന്നൊരു തേട്ടം ഹജ്ജിൽ ഉണ്ടായിട്ടില്ല. ഹാജറ ബീവി, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ പാദസ്പർശമേറ്റ മണ്ണിലൂടെയാണ് നടന്നത്, അവിടെയാണ് കല്ലെറിഞ്ഞത്, അവിടെയാണ് സംഗമിച്ചത്. പക്ഷെ അവരോടൊരു തേട്ടം ഉണ്ടായിട്ടില്ല ഹജ്ജിൽ. തൗഹീദാണ് ഹജ്ജ് പഠിപ്പിച്ചത്. നാട്ടിലെത്തുമ്പോൾ ചില ആളുകൾ ചെയ്യുന്നതെന്നറിയോ? നന്ദി കാണിക്കാൻ വേണ്ടി ജാറത്തുങ്ങ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യഅരിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹം അവർക്കറിയും, പിന്നെ അവർ അതിനെ നിഷേധിക്കും. വഅക്സറുഹുമുൽ കാഫിറൂൻ. അവരിൽ അധികം ആളുകളും നന്ദികേടാണ് കാണിക്കുന്നത്. ആ നന്ദികേട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയൊരു ഹാജിക്കുണ്ടാകരുത്. വിശുദ്ധ മണ്ണിൽ പോയി തൗഹീദിന്റെ വിളനിലം കണ്ട് അവിടെ അനുഭവിച്ച്, അവിടെ ജീവിച്ച്, അവിടെ ഇബാദത്ത് ചെയ്ത് നന്ദി കാണിക്കാൻ ജാറത്തങ്ങ് പോയി ശിർക്ക് ചെയ്ത് ഏലസും നൂലും കെട്ടി അവിടെ സുജൂദ് ചെയ്ത് തകർക്കരുത് നമ്മൾ നമ്മുടെ നന്മയെ. ഈ 4 ചിന്തകൾ ഹാജിമാർ തിരികെ വരുന്ന ഈ സമയത്ത് വിശ്വാസിയുടെ മനസ്സിൽ നിറയുക. സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹിക്കുക, ആ പുണ്യഭൂമി കാണാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഴ പെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ വല്ലാത്ത ഒരു ഭയവും അസ്വസ്ഥതയും നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിൽ പലരുടെയും സ്റ്റാറ്റസുകളിൽ പോലും ഉണ്ടായത് മഴ അധികരിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളാണ്. മഴ 1-2 ദിവസം നിന്ന് പെയ്യുമ്പോഴേക്ക് അസ്വസ്ഥമാവുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന തന്നെയാണ് ആയുധം. പക്ഷെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൻ്റെ 12-ാമത്തെ വചനത്തിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഇദാ മസ്സൽ ഇൻസാനു ദുർറു ദഅാന ലിജംബിഹി ഔ ഖാഇദൻ ഔ ഖായിമ. മനുഷ്യന് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടോ ബാധിച്ചു കഴിഞ്ഞാൽ
കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും അവൻ നമ്മോട് പ്രാർത്ഥിക്കും. ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു മർറ കഅൻ ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സ. ആ പ്രയാസം അവന് ഞാനങ്ങ് നീക്കിക്കൊടുത്താൽ, ഇങ്ങനൊരു പ്രയാസമൊക്കെ ഉണ്ടായി പടച്ചവനോട് പ്രാർത്ഥിച്ച ആളാണല്ലോ ഞാൻ എന്ന ചിന്ത പോലുമില്ലാതെ അവനങ്ങനെ ജീവിക്കും. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ നാം ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നത്. എത്ര വലിയ പാഠമാണത്. മഴ 2 ദിവസം ഒന്ന് തകർത്ത് പെയ്യുമ്പോഴേക്ക് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു, പടച്ചവനെ ഇതൊന്ന് മാറ്റിത്തരണേ. മഴ മാറി. പക്ഷേ ഇന്നത്തെ സുബഹിലേക്ക് നമ്മൾ എത്തിയോ? മഴ മാറി, പടച്ചവനോട് ഞാൻ തേടിയതാണ് എന്ന ചിന്ത നമുക്കുണ്ടായോ? നന്മ ചെയ്യാൻ പറ്റിയോ? സഹോദരങ്ങളെ, ജമാഅത്തിൽ കണിശത കാണിക്കാൻ, പടച്ചോൻ മാറ്റിത്തന്നതാണല്ലോ എന്ന ചിന്തയിൽ അവന് നന്ദി കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് എന്ന് നമ്മൾ പരിശോധിക്കണം. പ്രാർത്ഥനകൾ ഒരിക്കലും പ്രതിസന്ധികളിൽ മാത്രം അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോകരുത്. എല്ലാ സമയത്തും റബ്ബിനെ ഓർത്ത് ബാധ്യതകൾ നിർവഹിച്ച് അവൻ്റെ അടിമയാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് അവനിലേക്ക് മടങ്ങാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു വരുന്ന ഹാജിമാർ ആഫിയത്തോടുകൂടി കുടുംബങ്ങളിലേക്ക് തിരിച്ചെത്താൻ പടച്ച റബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ നേടിയ നന്മ മരണം വരെ നിലനിർത്താൻ പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കും ആ പുണ്യഭൂമിയിലെത്തി ആ നന്മ ചെയ്യാൻ അള്ളാഹു അവസരവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളിലും മുന്നേറാൻ പടച്ച റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും പടച്ച റബ്ബ് മഗ്ഫിറത്തേകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.